ഹലോ, വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് ഇടിച്ചതാണ്. കുറച്ചധികം കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് മുരിയിച്ചെടുത്ത ഒരു അടിപൊളി ഡിഷാണിത്. പൊതുവെ എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഈ നനവൊന്നുമില്ലാത്തൊരു ബോട്ടിലിനകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. കുറച്ചധികം നാൾ നമുക്ക് അങ്ങനെ എടുത്ത് വയ്ക്കാം. കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊരൊറ്റ ഐറ്റം മതി. അപ്പോൾ ഇടിച്ച ബീഫ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് മസാലകൾ ചേർത്തിട്ട് നമുക്ക് ഈ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ സാധാരണ ഇത് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഇടിച്ച ബീഫ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ബീഫിൽ ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഇത് ആദ്യം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കറിക്ക് വേവിക്കുന്നത് പോലെ ഒരുപാട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടാണല്ലോ ഇടിച്ച ബീഫാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഒന്ന് വേവ് കുറച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്. സവാളയേക്കാളും ഇതിന് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് ചെറിയ ഉള്ളി ചേർക്കണതാണ് കേട്ടോ. പിന്നെ വേണ്ടത് വറ്റൽമുളക്. കുറച്ചധികം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഞാൻ, കാരണം എരിവിന് നമ്മൾ വറ്റൽമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ആദ്യം ഈ ബീഫിനെ ഒന്ന് ചെറുതായിട്ട് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വെള്ളമെല്ലാം വരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബീഫ് ഒന്ന് ചെറുതായി സോട്ട് ചെയ്തെടുക്കണം, അധികം മുരിച്ചെടുക്കണ്ട. അപ്പോൾ ബീഫ് ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ പാനിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതേ പാനിലിട്ട് ഞാൻ ആ വറ്റൽമുളക് കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് നന്നായി മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇത് രണ്ടും നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം. പൊടിച്ച് കിട്ടാൻ വേണ്ടി എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇടിച്ച ബീഫ് എന്ന് പറയുന്നത് ഒത്തിരി സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു 10-11 വറ്റൽമുളകുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഒരു എരിവിനനുസരിച്ച് മുളക് എടുക്കുക. അപ്പോൾ ബീഫും വറ്റൽമുളകും ഒക്കെ നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഓവറായിട്ട് പൊടിക്കരുത്. പൾസിലിട്ടിട്ട് 1-2 തവണ ബാച്ചായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ബീഫ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നാര് പോലെ. അതുപോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. അതുപോലെ വറ്റൽമുളകും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേ പാനിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോണത്. ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാനിൽ, അത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുത്താലായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആ ചതച്ച് വെച്ചിരുന്ന വറ്റൽമുളക് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബീഫും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം.
ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്, കാരണം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചധികം സമയം നമ്മളിത് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ട് വേണം ഇത് നമ്മൾ എടുത്ത് വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണല്ലോ. പിന്നെ ഞാനിവിടെ വറ്റൽമുളക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ ആ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ കൂടി ചേർന്ന് നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ഇതൊന്നുകൂടി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതിങ്ങനെ അത്രയും ഡ്രൈ ആയിട്ട്. അതേപോലെ ഒരു സ്വല്പം കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിരിക്കും. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നല്ല നാടൻ ബീഫ് ഇടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 1 month വരെ ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നനവൊന്നുമില്ലാത്തൊരു ബോട്ടിലിനകത്ത് എടുത്ത് വെച്ചാൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.